ഹലോ നമസ്കാരം, എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് സന്ധ്യ. ഞാൻ ഈ ചാനലിൽ എളുപ്പത്തിലും വേഗത്തിലും ചെയ്യാവുന്ന ഇന്ത്യൻ റെസിപ്പീസാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്ന റെസിപ്പിയുടെ പേര് തവ പുലാവ്. ഇത് ബോംബെയിൽ റോഡ് സൈഡ് കടകളിലൊക്കെ പാവ് ഭാജിയൊക്കെ വിൽക്കുന്ന കടകളിൽ ഉണ്ടാക്കുന്ന ഒരു റൈസ് ഡിഷാണ്. അപ്പോൾ പാവ് ഭാജി ഉണ്ടാക്കിയ അതേ തവയിൽ സെയിം ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന ഒരു റൈസ് റെസിപ്പിയാണ് ഈ തവ പുലാവ്. അപ്പോൾ ഇതിന് ആവശ്യമുള്ള സാധനങ്ങളുടെ ലിസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. തവ പുലാവിന് ആവശ്യമുള്ള സാധനങ്ങൾ പറയാം. ജീരകം, പാവ് ഭാജി മസാല, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മല്ലിയില അരിഞ്ഞത്, പിന്നെ ഇവിടെ കുറച്ച് പിരിയൻ മുളക് ചൂടുവെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഒരു 4 വെളുത്തുള്ളി കുറച്ച് ജീരകവും ചേർത്ത് വെച്ചിട്ടുണ്ട്. ബട്ടർ, പിന്നെ സവാള നേരിയതായിട്ട് അരിഞ്ഞത്, തക്കാളി നേരിയതായിട്ട് അരിഞ്ഞത്, നാരങ്ങ, പിന്നെ ക്യാപ്സിക്കം നേരിയതായിട്ട് അരിഞ്ഞത്. പച്ചക്കറിക്ക് ഞാൻ ഉപയോഗിക്കുന്നത് ഉരുളക്കിഴങ്ങ്, ബീൻസ്, ഗ്രീൻ പീസാണ്. ഇതുകൂടാതെ നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാബേജും ഉപയോഗിക്കാം. അപ്പം ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വേവിച്ച് ക്യൂബ്സായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബീൻസ് ഒന്ന് ചൂടുവെള്ളത്തിലിട്ട് തിളപ്പിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഗ്രീൻ പീസ് ഞാൻ ഫ്രോസൺ ഗ്രീൻ പീസാണ് യൂസ് ചെയ്യുന്നത്, അതുകൊണ്ട് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഇതിലേക്ക് ചേർക്കാം. ഇതുകൂടാതെ റൈസ് വേവിച്ച് വെച്ചിട്ടുണ്ട്. ചോറ് നന്നായിട്ട് വേവിച്ചതിന് ശേഷം തണുപ്പിച്ച് എടുത്തു വെച്ചിരിക്കുക. ഇത് കൂടാതെ കുറച്ച് ഓയിലും കുറച്ച് ഉപ്പും ആവശ്യം വരും. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കി തുടങ്ങാം. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ വെളുത്തുള്ളി, മുളകും ജീരകവും കൂടി നല്ലപോലെ അരച്ചെടുക്കണം. അപ്പോൾ ഇത് ഞാൻ ആദ്യം അരച്ചിട്ട് തിരിച്ചു വരാം. മസാല അധികം വെള്ളം ചേർക്കാതെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു 1/4 കപ്പ് മതി നമുക്ക് ഈ റെസിപ്പിക്ക്. അപ്പോൾ ആ 1/4 കപ്പ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പുലാവ് ഉണ്ടാക്കാൻ തുടങ്ങാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഞാൻ എണ്ണയും ബട്ടറും ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഈ വലിയ പാനാണ് ഉപയോഗിക്കുന്നത്. ഇത് ജനറലി ഈ ഡിഷ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് തവയാണ്, പക്ഷെ അതിന് കുറച്ച് വലിയ തവ വേണം. എൻ്റെ അടുത്ത് അതില്ലാത്തതുകൊണ്ട് ഈ പാനിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ എണ്ണയും ബട്ടറും നന്നായി ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ജീരകം ചേർക്കാം. ജീരകം ഒന്ന് ബ്രൗൺ ആവട്ടെ. ജീരകം ബ്രൗൺ ആയതിനു ശേഷം മുട്ടയിലേക്ക് സവാള അരിഞ്ഞത് ചേർക്കാം. സവാള ഒന്ന് ലൈറ്റായിട്ട് കളർ മാറുന്ന വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. സവാള ഒന്ന് കളർ മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ചേർക്കാം. എന്നിട്ട് അതൊന്ന് കുക്കാവുന്നവരെ മിക്സ് ചെയ്യാം. ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ട് കുക്കായിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അരച്ചു വെച്ച പേസ്റ്റ് ചേർക്കാം. എന്നിട്ട് ഇതൊരു 2 മിനിറ്റ് നേരത്തേക്ക് കുക്ക് ചെയ്യാം. ഇത് കുക്കാകുമ്പോൾ നല്ലൊരു മണം വരും. വെളുത്തുള്ളിയും മുളകും ജീരകത്തിൻ്റെയും കൂടി. അപ്പോൾ ഇതൊരു 2 മിനിറ്റ് നേരത്തേക്ക് നമുക്ക് ഇവരൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഈ മസാല നന്നായിട്ട് കുക്കായിട്ട് എണ്ണ പുറത്തേക്ക് വരാൻ തുടങ്ങിയിട്ട് ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് തക്കാളി, ക്യാപ്സിക്കം, ഉരുളക്കിഴങ്ങ്, ബീൻസ്, ഇത്രയും ചേർക്കാം. നിങ്ങൾ ക്യാബേജ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ക്യാബേജും ഈ സ്റ്റേജിൽ തന്നെ ചേർക്കാം. ഇതൊക്കെ കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 5-6 മിനിറ്റ് നേരത്തേക്ക് ഇതൊന്ന് കുക്ക് ചെയ്യാം. മസാല വെജിറ്റബിൾസിൽ നന്നായി പിടിക്കുന്നവരെ ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഒരു 5-6 മിനിറ്റ് നേരമായിട്ട് ഞാൻ ഈ വെജിറ്റബിൾസ് മിക്സ് ചെയ്യുകയാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. റൈസിനും കൂടെ ഉള്ള ഉപ്പ് ഇതിലേക്ക് ചേർക്കണം.
നന്നായി മിക്സ് ചെയ്യുക. ഇനി നമുക്ക് ഇതിലേക്ക് ഗ്രീൻ പീസ് ചേർക്കാം. അപ്പോൾ വെജിറ്റബിൾസ് ഒക്കെ നമ്മൾ നേരത്തെ തന്നെ വേവിച്ചുകൊണ്ട് അധികം സമയമൊന്നും എടുക്കില്ല, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം. ഇതും കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 2 മിനിറ്റ് നേരം ഇത് കുക്കായിക്കോട്ടെ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മസാല നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് റൈസ് ചേർക്കാം. അപ്പോൾ വേവിച്ച് തണുപ്പിച്ച റൈസാണ്, ബാസ്മതി റൈസാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് നന്നായിട്ട് ടോസ് ചെയ്ത് കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് നമ്മളിത് മുഴുവൻ ചെയ്യുന്നത്. അത് ഞാൻ ആദ്യം പറയാൻ മറന്നുപോയി. മസാല റൈസിന് നന്നായിട്ട് കോട്ട് ചെയ്യണം. അതുവരെ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കാം. പാവ് മസാല. ഈ പാവ് മസാല നിങ്ങളുടെ അടുത്ത് ഇല്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഗരം മസാല വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സെയിം ടേസ്റ്റ് വരില്ല, പക്ഷെ എന്നാലും കുഴപ്പമുണ്ടാവില്ല. ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ബട്ടറും കൂടെ ചേർത്ത് കൊടുക്കാം. അല്പം ബട്ടർ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഒന്ന് 2 മിനിറ്റ് ഇതൊന്ന് കുക്കായിക്കോട്ടെ. ഉപ്പ് വേണമെങ്കിൽ ഇപ്പോൾ ചെക്ക് ചെയ്തിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. നന്നായി മിക്സ് ചെയ്തു. ഇനി കുറച്ച് മല്ലിയില ആഡ് ചെയ്യാം. നല്ല ഭംഗിയില്ലേ റൈസ് കാണാൻ. അതും കൂടി ഒന്ന് മിക്സ് ചെയ്താൽ തവ പുലാവ് റെഡി. ഇത് ചൂടോടെ തന്നെ കഴിക്കാം. തവ പുലാവ് റെഡി ആയിട്ടുണ്ട്. ഇത് റൈറ്റയുടെ കൂടെ സെർവ് ചെയ്യാം. അപ്പോൾ കുറച്ച് എരിവും പുളിയുള്ള ഒരു റൈസ് കഴിക്കാൻ തോന്നുന്ന സമയത്ത് ഇത് ഉണ്ടാക്കി നോക്കും. ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത പ്രാവശ്യം ഒരു പുതിയ റെസിപ്പിയുമായി വരുന്നവരെ ബൈ.